ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഉള്ളൊഴുക്കുന്ന മൂവിയെ പറ്റി സംസാരിക്കാനായിട്ടാണ്. അതിൻ്റെ രണ്ട് വശങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോറിയുടെ ഭാഗം അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ടുവേർഡ്സ് ദ ക്ലൈമാക്സ്, അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് വന്നത് എന്തുകൊണ്ടെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനും, പിന്നെ എനിക്ക് മറ്റേ സൈഡ് ആ മൂവിയുടെ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് മൂവിയുടെ റിവ്യൂ ആസ് സച്ച് എനിക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്ഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റിവ്യൂ തന്നെ പറയാം. റിവ്യൂ എന്ന് പറയുന്നത് ഈ മൂവിയുടെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ആക്ടേഴ്സ് എല്ലാവരും സൂപ്പറായിരുന്നു. ഉർവശി ആയാലും പാർവതി ആയാലും. ഉർവശി എന്ന് പറയുന്നത് ക്ലാസ് ആയിട്ടുണ്ട്. വെറുതെ എല്ലാ ആൾക്ക് സ്റ്റേറ്റ് അവാർഡ്. അത്രയ്ക്ക് രസമായിട്ട് തന്നെയാണ് ആൾ ആക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് പാർവതി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ കരിയറിൽ തന്നെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായ ആക്ടിങ് മൂവിയാണ്. കാര്യം ബാക്കി എല്ലാ മൂവീസിലും എനിക്ക് പൊതുവേ പാർവതിനെ കാണാറുണ്ട്. ഞാൻ പാർവതി ആസ് സച്ച് പേഴ്സണൽ ക്യാരക്ടറിന് അവിടെ തോന്നിക്കാറുണ്ട് അതിൽ. പക്ഷേ ഇതിൽ എനിക്ക് പാർവതിനല്ല, ആ ക്യാരക്ടറിനെയാണ് ശരിക്കും മനസ്സിലുള്ളത്. അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ അഞ്ജുവിനെയാണ് എനിക്ക് അതിൽ കാണാൻ സാധിച്ചത്. ഉർവശി ടോപ്പ് ക്ലാസ് ആയിരുന്നു. ആള് പല വേരിയേഷൻസും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ബാക്കി ക്യാരക്ടേഴ്സ് അഭിനയിച്ചിരിക്കുന്നവരും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അലൻസിയറൊക്കെ സൂപ്പറായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ലോക്കലി കാണുന്ന കുറേ ആൾക്കാരായിട്ട് ശരിക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് അലൻസിയറിനെ കണ്ടാകുന്നത്. പാർവതിയുടെ അമ്മയുടെ റോൾ ചെയ്ത പുള്ളിക്കാരിയും അടിപൊളിയാണ്. നല്ല കൺട്രോൾഡ് ആക്ടിങ് ആണ് എല്ലാവർക്കും. ആ മൂവിയുടെ ഒരു വളരെ നല്ലൊരു പോസിറ്റീവ് സൈഡാണ് അത്. പിന്നെ അടിപൊളി മേക്കിംഗ് ആണ്. ഈവൻ എനിക്കറിയില്ല ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ചെയ്തതെന്നും അത് നല്ല വൃത്തിക്ക് ഒരു കുഴപ്പമില്ലാതെ ചെയ്തതെന്നും എനിക്ക് അറിയില്ല ഹൗ ഇറ്റ് ഈസ്. പിന്നെ സൗണ്ട് ഡിസൈനും അതൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡിന് കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ടായിട്ടുണ്ടാവും. ജഡ്ജസിന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് കോമ്പറ്റ് ചെയ്യാനുള്ള ഫിലിംസ് ഉണ്ടായിരുന്നു. 2018 ആടുജീവിതം ഇതൊക്കെ കോമ്പറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എന്തായാലും അതിൽ മത്സരിച്ച് ഇതിന് അവാർഡ് കിട്ടി. എന്തായാലും അടിപൊളി സൗണ്ട് ഡിസൈൻ ആയിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ള ഡയറക്ടറുടെ ഇതാണ്. അത് ആ മേക്ക് ചെയ്യാൻ ഡയറക്ടർ ഉള്ളിൽ എന്താണ് ആഗ്രഹിച്ചത് കറക്റ്റായിട്ട് അതിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. കാരണം ആൾ വിചാരിച്ച അത്രയ്ക്ക് എത്തിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞ മൂവി. എന്താണ് ആ മൂവി തരേണ്ടതും ഓഡിയൻസിന് അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 9/10 ആണ്. ഇനി എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ, സ്റ്റോറിയുടെ സൈഡിൽ സ്റ്റോറി എഴുതുന്നത് അടിപൊളിയായിട്ടാണ് എഴുതിയത്. ശരിക്കും മനുഷ്യർ ഗ്രേ ഷെയ്ഡാണ് എല്ലാവരും അത്രയ്ക്ക് പെർഫെക്റ്റ് പ്യോർ വൈറ്റ് അങ്ങനെയല്ല, എല്ലാവരും ഗ്രേ ആണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളായിട്ടാണ് ഈ സ്റ്റോറി. ആ സ്റ്റോറി ശരിക്കും അത് ഡിപ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ലീലാമ്മ എന്ന ക്യാരക്ടർ, അതായത് ഉർവശി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അഞ്ജുവിൽ നിന്ന് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, മകൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവിടെയും ഒരു നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കാണിച്ചിരിക്കുന്നത്. പ്ലസ് ലീലാമ്മയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഭർത്താവിൻ്റെ കീഴിൽ സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറായിരുന്നു. അയാൾ പോയി മരിച്ചതിന് ശേഷം മകനെ നല്ല കെയർ ചെയ്ത് വളർത്തി. എല്ലാം പുള്ളിക്കാരിയുടെ കാര്യം ആൾക്ക് നോക്കാൻ പറ്റിയില്ല. സ്വന്തം ജീവിതം മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല പുള്ളിക്കാരി ബേസിക്കലി. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ അഞ്ജുവും ഒരു ഗ്രേ ഷെയ്ഡാണ്. ആദ്യം തന്നെ കാണിക്കുന്നത് പുള്ളിക്കാരിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് വീട്ടുകാർ നിർത്തിച്ചു കൊടുത്തില്ല. പിന്നീട് ഹസ്ബൻഡിന് വയ്യാതെയായി തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരി തൻ്റെ പഴയ ബോയ് ഫ്രണ്ടിനെ കാണാൻ തുടങ്ങുന്നു. പതുക്കെ ഗ്രേയിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ആ പുള്ളിക്കാരിയും ഒരു ഗ്രേ ഷെയ്ഡിൽ പെടുന്നതാണ്. ആ പുള്ളിക്കാരിക്ക് കൊച്ചുണ്ടാകുമ്പോൾ എന്തോ എക്സ് ബോയ് ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഗ്രേ ആയിട്ടാണ്. പക്ഷെ ആദ്യം നമ്മൾ വിചാരിക്കും പാർവതിയുടെ ഗ്രേ, ഉർവശി പോസിറ്റീവാണെന്ന് വിചാരിക്കും. പിന്നീട് നമുക്ക് മനസ്സിലാവുന്ന ഉർവശി മറച്ചു വെച്ച കാര്യം. പക്ഷേ പിന്നീട് ഉർവശിയുടെ ക്യാരക്ടറിനെ അനീതിയായ സിസ്റ്റർ പറയുന്നുണ്ട്, അറിയിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ വഴി അമ്മേനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അമ്മ അവിടെ ഒരു ഗ്രേ ഷെയ്ഡാവുന്നു. തൻ്റെ മോള് നല്ലൊരു ഫാമിലിക്ക് കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് അത് മറച്ചു വയ്ക്കുന്നു. അവിടെ അച്ഛനും ഒരു ഗ്രേ ഷെയ്ഡ് കാണിക്കുന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി നമ്മുടെ മനസ്സിൽ ഫുള്ളും അച്ഛൻ അഞ്ജുയുടെ ഫാദർ ഭയങ്കര ഗ്രേ ഷെയ്ഡായിട്ട് നമുക്ക് തുടക്കം തൊട്ട് കാണുമെങ്കിലും എനിക്ക് കമ്പാരിറ്റീവ്ലി അത്രത്തോളം ഗ്രേ ഷെയ്ഡ് അല്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും അവരുടെ പ്രണയത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അവിടെയാണ് ആളുടെ ഗ്രേ ഷെയ്ഡ് കൂടുതൽ കാണുന്നത്. പിന്നെ ആദ്യം നമ്മൾ വിചാരിച്ചു നമ്മുടെ ബോയ് ഫ്രണ്ടായിട്ട് കാണിക്കുന്ന അർജുൻ ചെയ്ത ക്യാരക്ടർ, രാജീവ് എന്ന ക്യാരക്ടർ, അതും ഇപ്പം നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് നമുക്ക് കണ്ടിരുന്നത്. അയാൾക്ക് ആൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ട്രക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു അംബിഷ്യസ് ഒരാളായിരുന്നു. ഇവളെ പ്രണയിച്ചു, പക്ഷേ ഇവളെ കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ നടക്കുന്നു. പിന്നെ ആ പ്രണയം വിടാൻ പറ്റാതെ പുള്ളിക്കാരിയുടെ പിന്നാലെ നടക്കുന്നു, അഞ്ജുയുടെ പിന്നാലെ നടക്കുന്നു. പിന്നീടുള്ള ആളുടെ ഗ്രേ ഷെയ്ഡ് സ്റ്റാർട്ട് ചെയ്യണേ നമ്മുടെ ലീലാമ്മ സ്വത്ത് എഴുതി തരാമെന്ന് പറയുമ്പോൾ ആൾ പതുക്കെ ഗ്രേ ഷെയ്ഡിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും ഗ്രേ ഷെയ്ഡിലേക്ക് മാറുന്നു. ലാസ്റ്റിൽ നമ്മുടെ അഞ്ജു
അഞ്ജുയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അഞ്ജു ടുവേഴ്സ് ദ എൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ടുവേഴ്സ് ദ എൻഡ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് പുള്ളിക്കാരിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്വത്തിനാണ് കൊടുക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായപ്പോഴാണ് അഞ്ജുവിന് പണി പാളിയെന്ന് മനസ്സിലായത്. ലീലാമ്മയാണെങ്കിൽ അഞ്ജുടേൽ തന്നെ കാണാൻ തുടങ്ങി. അതായത് പുള്ളിക്കാരി സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് അഞ്ജുനെങ്കിലും സാധിക്കട്ടെ എന്നൊരു രീതിയിലും കൂടി ആൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഞ്ജുന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി താമസിച്ചോ, സ്വത്തൊക്കെ ഞാൻ എഴുതി തരാം, നീ പോയി താമസിച്ചോ, നീ നിൻ്റെ ജീവിതം നയിച്ചോളൂ, ആ സ്വത്തൊക്കെ ഞാൻ എഴുതി തരാം, ആ കാര്യങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞാൽ പുള്ളിക്കാരി എനിക്ക് തന്നെ പറ്റില്ല, നിനക്കെങ്കിലും നിൻ്റെ ജീവിതം നീ ഡിസൈഡ് ചെയ്യട്ടെ എന്നൊരു രീതിയിലാണ് പുള്ളിക്കാരി അങ്ങനെ പറയണത്. ടുവേഴ്സ് ദ എൻഡ് അഞ്ജുവിന് പതുക്കെ ഗ്രാജുവലി മനസ്സിലാവാണ് രാജീവിൻ്റെ ഉദ്ദേശം അതല്ലാന്ന്. അതുകൊണ്ടാണ് പുള്ളിക്കാരി സേഫും അഞ്ജുവിന് മനസ്സിലാവും തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളേ ഉള്ളൂ, അത് ലീലാമ്മയാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരി അവിടേക്ക് പതുക്കെ നീങ്ങുന്നത്. എല്ലായിടത്തും എവിടെയും ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് റെസ്പെക്റ്റിനാണ്. റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും അവിടെ നിൽക്കും, നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. നമ്മൾ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുക, നമുക്കും കിട്ടും റെസ്പെക്റ്റ്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടാണ് ആ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് അഞ്ജു ലീലാമ്മയുടെ കൂടെ വഞ്ചിയിൽ കയറി പോവുകയാണ്. ആ സിറ്റുവേഷനിൽ അലൻസിയാരുടെ മുഖം കാണണം, നല്ല സന്തോഷം വരുന്നുണ്ട്. അലൻസിയാരുടെ മനസ്സിലും ഉണ്ടായിരുന്ന കാര്യമാണ് അത് അവിടെ നടന്നത്. അയാൾക്കറിയാം രാജീവ് അത്രത്തോളം കേപ്പബിൾ അല്ല, അഞ്ജുവിൻ്റെ മര്യാദയ്ക്ക് നോക്കില്ല, അതുകൊണ്ടാണ് ആൾ കല്യാണം കഴിക്കാതിരുന്നത്. പക്ഷെ അവിടെ മോളുടെ ദുഃഖം കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പം മോൾക്ക് ആ കാര്യം മനസ്സിലായി, അത് ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ലീലാമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അലൻസിയാറിനും ആ ക്യാരക്ടറിനും ഭയങ്കര സന്തോഷം തോന്നി. അത് നല്ലൊരു എൻഡിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി മൂവിയും കൂടിയാണ്. ഇതിലെനിക്ക് എടുത്ത് പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് നമ്മുടെ റോഷൻ മാത്യുവിനാണ്, ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് നമ്മുടെ അർജുൻ രാധാകൃഷ്ണന് ഡബ് ചെയ്തത്. അത് ഞാൻ പിന്നീടാണ് ശ്രദ്ധിക്കുന്നത്, കാരണം അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഡബ്ബിങ് ചെയ്തിരിക്കുന്നത്. അവാർഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ഡബ്ബിങ് നടന്നിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലായത്. അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത്, നന്നായിട്ട് സൂട്ടാവുണ്ടായിരുന്നു, ആൾ തന്നെയാണ് ഡബ് ചെയ്തതെന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അർജുൻ എന്ന ക്യാരക്ടർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് നന്നായിട്ട് ഹെൽപ്പ് ആ ഡബ്ബിങ് കൊടുത്തിട്ടുണ്ട്. സോ ഈ മൂവിക്ക് കിട്ടിയിരിക്കുന്ന 3 അവാർഡ്സും ഡിസേർവിങ് ആണ്, അത്രയ്ക്ക് നല്ല നീറ്റാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഉള്ളൊഴുക്കിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.